പിണറായിയിൽ പൊട്ടിയത് സ്ഫോടക വസ്തു തന്നെയെന്ന് ഉറപ്പിച്ച് പോലീസിന്റെയും സിപിഎമ്മിന്റെയും വാദം പൊളിച്ച് ദൃശ്യങ്ങൾ പുറത്ത്. കർമാന്യൂസ് ഈ ദൃശ്യങ്ങൾ പുറത്തുവിടുകയാണ്. നമുക്ക് ആ ദൃശ്യങ്ങൾ കാണാം. പാനൂർ ഉൾപ്പെടെയുള്ള മേഖലയിൽ പ്രയോഗിക്കാൻ സിപിഎം വ്യാപകമായി ബോംബ് നിർമ്മിക്കുകയാണ് എന്ന് കോൺഗ്രസ് ആരോപിച്ചിരുന്നു. കണ്ണൂർ പിണറായിലെ സ്ഫോടനം, വിപിൻ രാജിന്റെ കയ്യിൽ നിന്ന് സ്ഫോടക വസ്തു പൊട്ടുന്ന ദൃശ്യങ്ങൾ ഇപ്പോൾ വ്യാപകമായി പ്രചരിക്കുകയാണ്. റീൽസ് ചിത്രീകരണത്തിനിടെയാണ് സ്ഫോടനം എന്നാണ് അറിയുന്നത്. പൊട്ടിയത് പടക്കമെന്നായിരുന്നു പോലീസും സിപിഎമ്മും പ്രചരിപ്പിച്ചത്. എന്നാൽ ആ പ്രചരണങ്ങളെല്ലാം കൃത്യമായി പൊളിക്കുന്നത് തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്ന ഈ ദൃശ്യങ്ങൾ. അനധികൃതമായി നിർമ്മിച്ച സ്ഫോടക വസ്തുവാണ് പൊട്ടിയത് എന്നാണ് പുറത്തു വന്ന ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നത്. ഉച്ചയ്ക്ക് 2:30യോടെയാണ് കഴിഞ്ഞ ദിവസം പിണറായി വെണ്ടുട്ടായിൽ സ്ഫോടനമുണ്ടായത്. കനാൽക്കരയിൽ ആളൊഴിഞ്ഞ ഭാഗത്തുണ്ടായ ഉഗ്ര സ്ഫോടനത്തിലാണ് സിപിഎം പ്രവർത്തകനായ വിപിൻ രാജിന്റെ വലതു കൈപ്പത്തിക്ക് സാരമായി പരിക്കേറ്റത്. ഇയാളെ ഉടൻ തന്നെ കണ്ണൂരിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് എത്തിക്കുകയായിരുന്നു. എന്നാൽ ഓലപ്പടക്കം പൊട്ടിക്കുമ്പോൾ അപകടമുണ്ടായി എന്നാണ് യുവാവ് ആശുപത്രിയിലും അതുപോലെ പോലീസിനോടും പറഞ്ഞത്. പാനൂർ ഉൾപ്പെടെയുള്ള മേഖലയിൽ പ്രയോഗിക്കാൻ സിപിഎം വ്യാപകമായി ബോംബ് നിർമ്മിക്കുകയാണ് എന്ന കോൺഗ്രസ് ആരോപണം രൂക്ഷമായ സമയത്താണ് ഈ സ്ഫോടനം നടന്നത്. അപകടമുണ്ടായത് പടക്കം പൊട്ടിയത് ആണ് എന്നാണ് പിണറായി പോലീസ് എഫ്ഐആറിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. കൈപ്പത്തി ചിത്രിയ ആൾക്കെതിരെ ചുമത്തിയത് സ്ഫോടക വസ്തു അശ്രദ്ധമായി കൈകാര്യം ചെയ്തതിനുള്ള വകുപ്പാണ്. ശരിക്കും ബോംബ് നിർമ്മാണം എന്ന് പറയുന്നത് അതൊരു വലിയ കുറ്റകൃത്യമാണ്. കണ്ണൂരിൽ ബോംബ് നിർമ്മാണത്തിനിടെ നിരവധി പേർ കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഒരുപാട് പേർക്ക് പല അവസരങ്ങളിൽ പരിക്കേറ്റിട്ടുണ്ട്. ഇത്തരം സംഭവങ്ങൾ ജില്ലയിൽ പലപ്പോഴായി ആവർത്തിക്കുകയാണ്. ഇതൊക്കെ തങ്ങളുടെ രാഷ്ട്രീയമാണെന്ന രീതിയിൽ സംസ്ഥാനത്തിന്റെ ഭരണവും ആഭ്യന്തരവും കൈയാളുന്ന പാർട്ടി ഇതൊക്കെ കണ്ട് രസിക്കുകയാണെന്ന ആശങ്ക കണ്ണൂരിലെ ജനങ്ങൾക്കിടയിൽ ഉണ്ട്. കണ്ണൂരിലെ പാർട്ടി പ്രവർത്തകർക്കിടയിൽ, കേരളത്തിലെ സിപിഎം പ്രവർത്തകർക്കിടയിലൊക്കെ ഈ ചിന്തകളുണ്ട്. കണ്ണൂരിലെ പാർട്ടി ഗ്രാമങ്ങളെ പൊതുവെ ബോംബ് നിർമ്മാണ ഫാക്ടറികൾ എന്നാണ് വിശേഷിപ്പിക്കുന്നത്. ഇതിനൊക്കെ പിൻബലം സഖാക്കൾക്ക് കിട്ടുന്നത് പാർട്ടിക്ക് മുന്നിൽ ഓച്ചാനിച്ചു മാത്രം നിൽക്കാൻ കഴിയുന്ന പോലീസിന്റെ പിടിപ്പുകേടാണെന്നും ജനങ്ങൾ പറയുന്നു. കച്ചവട സ്ഥാപനങ്ങൾ CITU ഗുണ്ടകൾ പൂട്ടിക്കുന്നു. കണ്ണൂരിൽ ബോംബ് നിർമ്മാണം കുടിൽ വ്യവസായം പോലെ സിപിഎം കൊണ്ടു നടക്കുന്നു. രാഷ്ട്രീയ എതിരാളികളെ കൊല്ലാൻ ബോംബ് ഉൾപ്പെടെയുള്ള എല്ലാവിധ മാരകായുധങ്ങളും അത് പ്രയോഗിക്കാൻ കൊലയാളി സംഘവും വാടക ഗുണ്ടകളും സിപിഎമ്മിന് കണ്ണൂരിൽ സ്വന്തമാണ് എന്ന് തന്നെയാണ് ഈ ഭാഗത്ത് ജീവിക്കുന്ന ജനങ്ങൾ പറയുന്നത്. പാർട്ടി ഗ്രാമങ്ങളിൽ നിന്നാണ് ബോംബ് വരുന്നത്. അതിന് പാർട്ടി നേതാക്കളുടെ സംരക്ഷണവുമുണ്ട്. ജില്ലയിലെ പലയിടത്തും പോലീസ് റെയ്ഡ് നടത്തിയ ഇത്തരം സ്ഫോടക വസ്തുക്കളും ആയുധങ്ങളും പിടിച്ചെടുക്കാൻ സാധിക്കുമെന്നും ജനങ്ങൾ പറയുന്നു. ഇത് ഒരു രാഷ്ട്രീയ പ്രശ്നമായിട്ടല്ല അവർ പലപ്പോഴും രാഷ്ട്രീയ ഭാഗത്തു നിന്ന് അധികാരികൾ വിലയിരുത്തുന്നത്. ഇതിനകത്ത് വരുന്ന പ്രതികളെല്ലാവരും സിപിഎമ്മിന്റെ സജീവ പ്രവർത്തകരാണെന്നതാണ് അതിലുള്ള ഒരു കാരണമായി കാണപ്പെടുന്നത്. വളരെ സാവധാനം ഇലക്ട്രിക് പോസ്റ്റിന്റെയോ തെങ്ങിന്റെയോ മതിലിന്റെയോ ഒക്കെ മറവിൽ ശരീരം മറച്ച് കൈ പുറത്തേക്ക് ഇട്ടിട്ടുള്ള പഴയ രീതിയിലല്ല ഇപ്പോൾ പുതിയ ബോംബ് നിർമ്മാണം. ഓടുന്ന ഓട്ടത്തിൽ പോലും വെടിമരുന്ന് ഉള്ളം കയ്യിലിട്ടും ചരടിട്ട് കെട്ടിമുറുക്കി ബോംബുണ്ടാക്കാനുള്ള വൈദഗ്ധ്യമുള്ളവർ പുതുതലമുറയിൽ ഉണ്ട് എന്ന് ജനങ്ങൾ സാക്ഷ്യപ്പെടുത്തുന്നു. ചൈനീസ് പടക്കങ്ങൾ വാങ്ങി അതിൽ നിന്നും വെടിമരുന്ന് മാറ്റിയാണ് പലപ്പോഴും ഇവർ അത്യുഗ്ര പ്രഹരശേഷിയുള്ള ബോംബുകൾ നിർമ്മിക്കുന്നത് എന്നാണ് മറ്റൊരു വിലയിരുത്തൽ. പഴയ സ്റ്റീൽ പാത്രങ്ങൾ ഒഴിവാക്കി പെട്ടെന്ന് വീണ് പൊട്ടാതിരിക്കാനും മഴയിലും വെയിലും ഏറെ നാൾ സൂക്ഷിക്കാൻ കഴിയുന്ന പ്ലാസ്റ്റിക്കുകളാണ് ഇവർ ഉപയോഗിക്കുന്നത് എന്നും പറഞ്ഞു. എന്തായാലും ഇതിപ്പോൾ വലിയ രീതിയിൽ ആശങ്ക ഉണർത്തുകയാണ് കണ്ണൂരിലെ പാർട്ടി ഗ്രാമങ്ങളിൽ നിന്നും വരുന്ന ഇത്തരം വാർത്തകൾ. ന്യൂസ് ഡെസ്ക് കർമാനസ്.